യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ആ വചനം പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല സമയത്തിലാണ് നാം ഉള്ളത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കരുതലിലും സംരക്ഷണത്തിനും നമ്മെ തന്നെ പൂർണ്ണമായും ഭരമേൽപ്പിക്കുക. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തെ അനുഭവിക്കാൻ, ഒരു സൗഖ്യത്തെ അനുഭവിക്കാൻ, ഒരു ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധമുള്ള ഒന്നാക്കി മാറ്റണമേ. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമേ. അങ്ങ് അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിൻ്റെ നേരെ നീട്ടണമേ. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിൻ്റെ നേരെ നീട്ടണമേ. ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകത്തക്ക വിധം, ലഭിക്കത്തക്ക വിധം ശുശ്രൂഷയെ, ഈ വചന സമയത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, സകലരെയും ഈ വചനം അയച്ചു കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് പല ആവശ്യങ്ങളോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്നത്തെ വചനം, ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനം വളരെ നാളുകളായി കേട്ടിട്ടുള്ള വചനമാണ്, ശ്രദ്ധിച്ചിട്ടുള്ള വചനമാണ്. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് കേൾക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. പുറപ്പാട് 13:21. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവുന്ന വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല, മാറാതെ നിന്നു. ഒരു ദൈവികമായൊരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ, യാത്രയിൽ മാറിയില്ല, മാറാതെ നിന്നു, കൂടെ തന്നെ നിന്നു. രാത്രിയും പകലുമെല്ലാം ദൈവസാന്നിധ്യം അവരെ വിട്ടുമാറിയിരുന്നില്ല, മാറാതെ കൂടെ തന്നെ നിന്നു. എന്തിനാണ് ഈ വചനം വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നത്? ദൈവസാന്നിധ്യം വിട്ടുമാറാതെ നിന്നതിൻ്റെ കാര്യവും കാരണവും നമ്മൾ അറിയണം. ദൈവവചനം നമ്മൾ കേട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുമ്പം നമ്മെയും നമ്മുടെ കുടുംബത്തെയും ദൈവസാന്നിധ്യം വിട്ടുമാറാതെ നിൽക്കും. ദൈവസാന്നിധ്യം വിട്ടുമാറിയാൽ അത് പല നഷ്ടങ്ങളിലേക്കും തകർച്ചകളിലേക്കൊക്കെ ചിലപ്പോൾ വീണു പോകാം. ദൈവസാന്നിധ്യം വിട്ടുമാറാതെ നിന്നാൽ ഏത് പ്രശ്നത്തിൻ്റെ മരുഭൂമി കൂടെ ആയാലും, ഏത് വെല്ലുവിളിയുടെ ചെങ്കടലിൻ്റെ മുമ്പിലാണേലും അവിടെയെല്ലാം ദൈവം നമ്മളെ കൃത്യമായി കൈപിടിച്ചു തന്നെ നടത്തിയിരിക്കും. ദൈവസാന്നിധ്യം വിട്ടുമാറിയില്ല എന്ന് പറയുന്നുണ്ട്. ദൈവസാന്നിധ്യം അവരെ വിട്ടുമാറിയില്ല. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ദൈവസാന്നിധ്യം വിട്ടുമാറാത്തതിൻ്റെ ഒരു കാരണം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യമായിരിക്കും അതിൻ്റെ ഒരു കാരണം. ദൈവസാന്നിധ്യം വിട്ടുമാറാതെ നിന്നതിൻ്റെ ഒരു കാരണം 3-ാമത്തെ വാക്യം, 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ മോശ പറഞ്ഞു, ആ മഹാദൃശ്യം
ഞാൻ അടുത്തു ചെന്നൊന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ ദൈവം അവനെ വിളിച്ചു. മോശെ, മോശെ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട, ദൈവവിളി കേട്ട, ദൈവത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ച് ജീവിതത്തെ നയിച്ച ഒരു മോശ ആ ജനത്തിൻ്റെ മുമ്പിലുള്ളത് കൊണ്ടാണ് ദൈവസാന്നിധ്യം അവരെ വിട്ടുമാറാതിരുന്നത്. ഈ സത്യമാണ് ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലായത്. ദൈവശബ്ദം കേട്ട, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച, ദൈവത്തോട് പ്രാർത്ഥിച്ച മോശ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ മുമ്പിൽ നിൽക്കാനുണ്ടെങ്കിൽ, ദൈവവചനം കേട്ട് അത് പ്രാർത്ഥിച്ച് മുമ്പിൽ നിൽക്കാനുണ്ടെങ്കിൽ, ഒരാളേലും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്നു, ദൈവസാന്നിധ്യം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, തലമുറയെ വിട്ടുമാറാതെ പൊതിഞ്ഞ് നടത്തും, സംരക്ഷിക്കും. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ഇത് സാധാരണ എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളും വാക്യങ്ങളുമാണ്. ഞാൻ തന്നെ ഇത് പ്രസംഗിച്ചിട്ടുമുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഈ പ്രാവശ്യം അത് വായിച്ചപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കിയത്. ഈ സത്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചതുപോലും. ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം വിട്ടുമാറിയിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചത്, ഇത് വിട്ടുമാറാതെ ദൈവസാന്നിധ്യം ഇങ്ങനെ നിൽക്കാൻ എന്താണാവോ കാരണം? എന്താണതിൻ്റെ കാരണം? അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. ദൈവശബ്ദം കേട്ട മോശ, പ്രാർത്ഥനയുള്ള മോശ, ദൈവസന്നിധിയിൽ കൈവിരിച്ചു പിടിച്ചിരിക്കുന്ന മോശ ആ ജനത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പ്രാർത്ഥനയുള്ള നമ്മൾ പിറകിൽ നിൽക്കേണ്ടവരല്ല, മുന്നിൽ നിൽക്കേണ്ടവരാണ്. അത് കുടുംബത്തിലായാലും ശുശ്രൂഷയിലായാലും നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയോടെ മുമ്പിൽ നിൽക്കാൻ നമ്മളുണ്ടെങ്കിൽ, വചനം കേൾക്കുന്ന നമ്മൾ പിറകിൽ നിൽക്കരുത്, മുമ്പിൽ നിൽക്കണം. നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിന് മുൻപിൽ തന്നെ നിൽക്കണം. മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വെളിപ്പെട്ട അതേ ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. രോഗങ്ങളോ അപകടങ്ങളോ ദുർമരണങ്ങളോ ആപത്തനർത്ഥങ്ങളോ ചതികളിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഒക്കെ ദൈവീക സംരക്ഷണം ഏത് മരുഭൂമി കൂടെ പോയാലും, ഏത് ചെങ്കടൽ മുമ്പിൽ വെളിപ്പെട്ടാലും അവിടെ എല്ലാം കാണും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും വിട്ടുമാറാതെ നിൽക്കുന്ന ദൈവ സാന്നിധ്യം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാം, ഈ വചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ വചനം ഞങ്ങൾക്കറിയാം, ഇത് പഴയ പ്രസംഗിച്ച വചനമല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ പൊതിഞ്ഞു പിടിക്കുന്ന, വഴി നടത്തുന്ന ഇതുപോലെയൊരു വിട്ടുമാറാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്, വിട്ടുമാറാത്തൊരു ദൈവ ചൈതന്യമുണ്ട്, വിട്ടുമാറാത്തൊരു ദൈവ കടാക്ഷമുണ്ട്, വിട്ടുമാറാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. നമുക്ക് ഏറ്റവും സമ്പത്താണ് ഈ ദൈവിക സംരക്ഷണം. യാഥാർത്ഥ്യം. പ്രാർത്ഥിക്കുക. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയാൻ ഇടവരട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാണ്, സമർപ്പിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ വചനത്തിൽ ഏതെങ്കിലും ഒരു വാക്കൊക്കെ ആയിരിക്കും എനിക്കുള്ളത്, ഒരു വചനമായിരിക്കും ഇന്ന് എനിക്ക് ബോധ്യമാകുന്നത്. എല്ലാ വാക്കുകളും എല്ലാ വചനങ്ങളും എനിക്കുള്ളതാകണമെന്നില്ല. പക്ഷെ അന്ന് പ്രസംഗിക്കുന്ന 10-12 മിനിറ്റ് പറയുന്ന ആ വചനങ്ങളിൽ, ആ വ്യാഖ്യാനങ്ങളിൽ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് എനിക്കുള്ളതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ മനുഷ്യർ എറിയും, പലതരത്തിലെറിയും,
പലതരത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എറിയും. ആ കല്ലുകൾ നമ്മുടെ നേരെ വരും. ആ കല്ലുകൾ നമ്മുടെ ദേഹത്ത് ചിലപ്പോൾ കൊള്ളും, നമുക്ക് നന്നായിട്ട് വേദനിക്കും. അതേ കല്ല് പെറുക്കി നമുക്ക് തിരിച്ചെറിയാനും പ്രലോഭനം ഉണ്ടാകും, പ്രചോദനം ഉണ്ടാകും. ആളുകൾ പറയും ആ കല്ല് പെറുക്കി തിരിച്ചെറിയാൻ. എന്നാൽ ഒരു കുഞ്ഞു കാര്യം പറയുവാണ്, നമുക്ക് എതിരെ എറിയുന്ന ഓരോ കല്ലുകളും നമ്മൾ തിരിച്ചെറിയാതെ അത് സന്തോഷത്തോടെ അതൊരു ദൈവപദ്ധതിയായി കണ്ട് സ്വീകരിച്ചാൽ ആ കല്ലുകൾ പെറുക്കിക്കൂട്ടി നമുക്കൊരു കൊട്ടാരം പണിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ വലുതായി ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ നമ്മുടെ നാളുകളിലെ ചില നന്മകളുടെ കൊട്ടാരം പണിയാൻ അതിൻ്റെ ഓരോ കല്ലുകളായിട്ടത് മാറും. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ചിലപ്പോൾ അത് നമ്മുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമുള്ള വളമായിട്ട് മാറും. പ്രാർത്ഥിക്കാം. എല്ലാം ഒരുപക്ഷെ എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടുമാറാതെ നിൽക്കുന്നൊരു ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നമ്മളെതിരെ വരുന്ന ഓരോ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ചില കാര്യങ്ങളെ, ചില വലിയ കൊട്ടാരങ്ങൾ പണിയാൻ കാരണമായെങ്കിലോ നമുക്ക് ഒന്നും വാശിപ്പുറത്തോ വൈരാഗ്യത്തിൻ്റെ പുറത്തോ ദേഷ്യത്തിൻ്റെ പുറത്തോ ചെയ്യാതെ ദൈവസ്നേഹത്തിൽ നമുക്കായിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു, മക്കളുടെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിൽ മാനസികമായും ശാരീരികമായും സൗഖ്യവും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ, ജീവനെ, ആയുസ്സിനെ, ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം സ്വർഗത്തിലെ ദൈവം നമ്മളെ നയിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ. അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ, അയച്ചു കൊടുത്തവരെ, ഷെയർ ചെയ്തവരെ, സ്റ്റാറ്റസ് ഇട്ടവരെ, ഈ സുവിശേഷ വേലയിൽ പങ്കെടുത്ത സകലരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും ദൈവനാമത്തിൽ അയച്ചു കൊടുക്കുക. പരസ്പരം പ്രാർത്ഥിക്കാം. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണണം. ഡെയിലി ബ്ലെസ്സിങ് എന്ന പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി പരിപാലിക്കട്ടെ. ആമേൻ.